നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപ് കൈ കഴുകിയത് വിവാദമാക്കിയവർക്ക് മറ്റ് ലക്ഷ്യങ്ങളെന്ന് സുരേഷ് ഗോപി. ദുബായിൽ JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ സുരക്ഷയ്ക്കായി CCTV, ഷീ ടാക്സി എന്നിവയ്ക്ക് വേണ്ടി ചെലവഴിച്ച പണം കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നത് പ്രൊപ്പഗാൻഡയാണോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു. ഈ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ആ വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ്, എന്നെ ഒന്ന് ജീവിക്കാനുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ കൈ ഒന്ന് ശുദ്ധിയാക്കി ആ വിളക്കെടുത്ത് കൊളുത്തുന്നതുകൊണ്ട് ആർക്കും ദോഷമില്ല. കൈകൾ ശുദ്ധിയാക്കി വിളക്ക് കൊളുത്തിയതുകൊണ്ട് ആർക്കും ഒരു ദോഷവും വരാനില്ല. തന്റെ കയ്യിലെ വൃത്തി താൻ തീരുമാനിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നമ്മളിത് കുളിച്ച് ശുദ്ധി വരുത്തി അതിലൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ചില പ്രൊപ്പഗാൻഡല്ല. അതിൻ്റെ കൂടെ ഒന്നും നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. നമ്മളെങ്ങനെയാണോ അച്ഛനമ്മമാർ വളർത്തിയത് ആ വഴിക്ക് നമ്മൾ ജീവിക്കാം. ജാനകി വി വേഴ്സസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേരിലുണ്ടായ വിവാദത്തിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ താൻ ഇടപെട്ടിട്ടില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ഇടപെട്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ അഴിമതിയിലേക്ക് തള്ളിവിടുന്നു എന്നായിരിക്കും തന്റെ മറുപടിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇതിനകത്ത് ഒരു സെൻട്രൽ മിനിസ്റ്റർക്ക് ഇതിനകത്ത് എന്താണ് പവർ ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്നെ അഴിമതിയിലേക്കാണ് തള്ളിവിടുന്നതെന്ന് എനിക്ക് വാചകം പറഞ്ഞു. സിനിമയിലൂടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി CCTV, ഷീ ടാക്സി എന്നിവയ്ക്ക് വേണ്ടി ചെലവഴിച്ച പണം കൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് ചോദിക്കുന്നത് പ്രൊപ്പഗാൻഡയാണോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു. എത്ര കോടിയാണ് നിങ്ങൾ പിങ്ക് പോലീസിന്റെ പേരിൽ ചെലവാക്കിയത്? സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ് എത്ര CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട്? അതിന്റെയൊക്കെ ഫലം എന്തുണ്ടായി എന്ന് ചോദിക്കുന്നത് പ്രൊപ്പഗാൻഡയാണ്. ചിത്രത്തിലെ നടന്മാരായ മാധവ് സുരേഷ്, അസ്കർ അലി, നിർമ്മാതാവ് J. ഫണീന്ദ്രകുമാർ എന്നിവരും ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിനിമ ഗൾഫിലെ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. ഫാർസ് ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഗൾഫിലെ വിതരണക്കാർ. ഷിൻസ് സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.